നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി കോൺഗ്രസിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നതാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ച ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം തടസ്സപ്പെടാൻ കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയുടെയും കായിക ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ വർഷങ്ങളായി വിജയകരമായി സംഘടിപ്പിച്ചു വരുന്ന ബിഗ് സ്ക്രീൻ പ്രദർശനം ഇത്തവണയും നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നതാണ്. ഇത് നടക്കാതിരിക്കാൻ കൗൺസിലിന്റെ പരമാധികാരത്തെ മറികടന്ന് സെക്രട്ടറി നടപടി സ്വീകരിച്ചു. സെക്രട്ടറിയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും നടപടികൾ ചട്ടവിരുദ്ധവും അവാസ്തവവുമാണ്. സംഭവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. നഗരസഭയുടെ ജനാധിപത്യ അവകാശങ്ങളും ഭരണപരമായ അധികാരങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമപരമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. അസാധാരണമാംവിധം മിനിറ്റ്സിൽ തന്റെ കുറിപ്പ് ചേർത്ത് മിനിറ്റ്സ് ഇറങ്ങാതെ ഇരിക്കുവാൻ സെക്രട്ടറി ബോധപൂർവം ശ്രമിച്ചുവെന്നും കൗൺസിലറായ ബഷീർ പൂക്കോട് നൽകിയ കത്ത് ചട്ടവിരുദ്ധമായി സെക്രട്ടറി സ്വീകരിച്ചുവെന്നും ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. ഞങ്ങളെ കൗൺസിൽ കഴിഞ്ഞത് 27-ാം തീയതിയാണ്. 27-ാം തീയതി കൗൺസിൽ കഴിഞ്ഞിട്ട് സെക്രട്ടറി ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ല ചെയർപേഴ്സൺ, നമുക്കിത് നടത്താം, ഒരു ലെറ്റർ അതിന്റെ ഒരു കോപ്പി എടുത്തു. ഞങ്ങളിങ്ങനെ മിനിറ്റ്സിന്റെ ഒരു പകർപ്പ് എടുക്കാറ് പതിവ്, എല്ലാം കൂടി ഒരുമിച്ചല്ല ഇത് ചെയ്യാറ്, അപ്രൂവ് ചെയ്യാറ്. അപ്പൊ അത് പകർപ്പ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ വിയോജനക്കുറിപ്പ് ആദ്യം എഴുതിയിട്ട് അതിന്റെ ചോടെ, അതായത് എങ്കിലും സെക്രട്ടറി ഇങ്ങനെ വിയോജനക്കുറിപ്പ് എഴുതിയെങ്കിലും കൗൺസിലിൽ ഐക്യകണ്ഠേന പാസ്സാക്കി എന്ന് ഇത് എഴുതിയിട്ട് നമുക്ക് അപ്രൂവ് ചെയ്യാം. കാരണം ഓഡിറ്റ് വരുമ്പോൾ എന്റെ തലയിലേക്ക് വരാതിരിക്കാനാണ് 23-ാം തീയതി, അതായത് ഞങ്ങളെ കൗൺസിൽ കഴിഞ്ഞിട്ട് പിന്നത്തെ 23-ാം തീയതി വന്ന് പറഞ്ഞെല്ലാം സമ്മതിച്ചു പോയ ആളാ അവിടുന്ന്. നമുക്ക് ആ ഒരു വിഷയമല്ല, നമുക്ക് പരിപാടി നടത്തുന്നോണ്ട്. പക്ഷെ ബഷീർ ഒരു ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അനൂപിനെ വിളിക്കണത് സെക്രട്ടറി. അത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്രട്ടറി പിന്നെ ഇത് നടത്തില്ല. പിന്നെ സെക്രട്ടറി നഗരകാര്യ ജോയിന്റ് ഡയറക്ടർക്ക് നൽകിയ കത്തും ജോയിന്റ് ഡയറക്ടറുടെ മറുപടിയും അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. സമീപ നഗരസഭകളിൽ ഫുട്ബോൾ പ്രദർശനം കാണിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ നിയമത്തിനകത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്നും നടക്കാതെ വന്നാൽ ഫുട്ബോൾ പ്രേമികളോട് UDF ചെയ്ത വലിയ പാതകമായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, AT ഹംസ, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി മമത ബാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമത്തിൽ യുവാവിന് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവത്തിൽ 6-അംഗ ഗുണ്ടാ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി 38 വയസ്സുള്ള കബീറിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രധാന പ്രതി വെങ്കിടങ്ങ് പാടൂർ മമ്മസ്രൈലത്ത് വീട്ടിൽ സിയാദ്, കേച്ചേരി ചിറനല്ലൂർ നാട്ടിൽ വീട്ടിൽ PS ശ്രീരാഗ്, ചൂണ്ടൽ പാറന്നൂർ കല്ലിങ്ങൽ വീട്ടിൽ KS രാഹുൽ എന്ന കുട്ടൂസ്, കേച്ചേരി ചെല്ലേപ്പറമ്പിൽ വീട്ടിൽ CP വിഷ്ണു, പെരുമ്പടപ്പ് വന്നേരി തെക്കുംകാട്ടിൽ വീട്ടിൽ T മുബഷീർ, പാവർട്ടി വെന്മേനാട് വൈശ്യം വീട്ടിൽ VM റാഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. പാവർട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സാമൂഹ്യവിരുദ്ധർ അടങ്ങുന്ന 8-അംഗ സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ആക്രമണത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് കണ്ടെത്തിയത്. തുടർന്ന് അതിസാഹസികമായാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ഉൾപ്പെട്ട മറ്റ് 2 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരുമനയൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. ഹരിതകർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചിടുന്ന സ്ഥലത്തുനിന്ന് മാലിന്യങ്ങൾ പുറത്തേക്കിട്ട് ചാക്കുകൾ മോഷ്ടിച്ച നിലയിൽ. വിവിധ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വലിയ ചാക്കുകളിലാക്കി നിശ്ചയിച്ച സ്ഥലത്ത് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ക്രമമായി സൂക്ഷിച്ചിരുന്ന ജൈവ അജൈവ മാലിന്യങ്ങളാണ് പുറത്തേക്കിട്ട് ചാക്കുകൾ മോഷ്ടിച്ചത്. ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് ഉന്നതി റോഡിലെ മാലിന്യ ശേഖരണ സ്ഥലത്താണ് സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു അശോകൻ, ഹിഷാം കപ്പൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരത്തിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി KSU. തട്ടിപ്പിന് കാരണക്കാരായ AC മൊയ്തീൻ MLAയും കൂട്ടുനിന്ന K രാധാകൃഷ്ണൻ MP യും രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് KSU കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഭിക്ഷയാചിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. MLAയുടെയും MP യുടെയും മുഖംമൂടികൾ ധരിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ നഗരത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU കുന്നംകുളം അസംബ്ലി പ്രസിഡന്റ് അക്ഷയ് വെള്ളർക്കാട്, ജില്ലാ സെക്രട്ടറിമാരായ റാഷിദ് പെരുന്തുരുത്തി, ഷിനാസ് കരിയന്നൂർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു.
കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വരെ കുറ്റക്കാരാണ് എന്ന നിരീക്ഷണം നടത്തിയ കുന്നംകുളത്തിന്റെ MLA കൂടിയായിട്ടുള്ള CPM മുതിർന്ന നേതാവ് AC മൊയ്തീനെതിരെയും ആലത്തൂർ പാർലമെന്റ് മെമ്പർ കൂടിയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ തന്നെ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കുന്നംകുളം നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുന്നംകുളം അങ്ങാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ ആഭാരവൃത്തം വരുന്ന ജനങ്ങളുടെ അവരുടെ ജീവിതാവശ്യമായ സമ്പാദ്യത്തിൽ കൈയിട്ട് വാരി തിന്ന് ചീർക്കുന്നതിനേക്കാൾ നല്ലത് ഈ കുന്നംകുളം അങ്ങാടിയിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിച്ച തെണ്ടിക്കൊണ്ട് ആ പിച്ച തെണ്ടി കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നതാണ് AC മൊയ്തീനും K രാധാകൃഷ്ണനും നല്ലത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് 1000-ഓളം പേർ ഒപ്പിട്ട ഭീമ ഹർജി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകി. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പകുതി പണി പോലും പൂർത്തീകരിക്കാത്ത മഴ പെയ്തതോടെ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്ത് ജൂൺ 30-നുള്ളിൽ ശ്മശാനം പണിയുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ എത്രയും വേഗം ശ്മശാനം കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ 1000-ഓളം പേർ ഒപ്പിട്ട ഭീമഹർജി നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനകീയ സമിതി കൺവീനർ മാധവൻ പൂങ്ങാട്ട്, ജോയിന്റ് കൺവീനർ മനോജ്, കോർഡിനേറ്റർമാരായ KP അഖിൽ, KR വിനു, ES സുബിൻ, സംഗീത മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഹർജി നൽകി. നായരങ്ങാടിയിലുള്ള പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ജനകീയ സമിതി അംഗങ്ങൾ ജാഥയായി വന്നാണ് ഹർജി നൽകിയത്. തുടർന്ന് ജില്ലാ കളക്ടർ, മന്ത്രി എന്നിവർക്കും ഹർജിയുടെ പകർപ്പ് വരും ദിവസങ്ങളിൽ നൽകുമെന്ന് ജനകീയ സമിതി അംഗങ്ങൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ 2021-22 കാലഘട്ടത്തിലാണ് പദ്ധതി വെച്ചിട്ടുള്ളത്. ശ്മശാന നിർമ്മാണം ആരംഭിക്കുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2023 മാർച്ച് 25, മെയ് 10 തീയതികളിൽ കോസ്റ്റ് ഫോർ ഡയറക്ടർക്ക് കത്ത് നൽകുകയും 2023 മെയ് 17-ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി ഒരാഴ്ചയ്ക്കകം പണി തുടങ്ങുന്നതിനും 10 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കാലാവധി പൂർത്തീകരിച്ചതിനു ശേഷം 12 തവണയോളം ഉപകരാറും വെച്ചിട്ടുണ്ട്. 2021-22 വർഷത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആദ്യ കരാറിനു ശേഷം പലതവണ പിഴ കൂടാതെ പൂർത്തീകരണ കാലാവധി നീട്ടി നൽകിയിട്ടും നാളിതുവരെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മൂലം സ്പിൽ ഓവറായി തുടരേണ്ടി വന്നതിനാൽ ഓരോ വർഷവും വിഹിതമായി വകയിരുത്തിയ വൻ തുകകൾ ഗ്രാമ, ജില്ലാ പഞ്ചായത്തുകൾക്ക് അതാത് സമയം വിനിയോഗിക്കാനാകാതെ നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കുറ്റമറ്റ രീതിയിൽ ശ്മശാനത്തിന്റെ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് എത്രയും വേഗം ശ്മശാനം തുറന്നു നൽകി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ജനകീയ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് വിളംബര റാലി സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി CS ഗൗതം എഴുതിയ ഫുട്ബോൾ കവിത ആലപിച്ചായിരുന്നു റാലിക്ക് തുടക്കമായത്. ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുൻനിര രാജ്യങ്ങളെയും മികച്ച താരങ്ങളെയും അവരുടെ ആവേശ മത്സരങ്ങളെ വിലയിരുത്തിയുമായിരുന്നു കവിതാരചന. ഇതിനു മുമ്പും ഗൗതം നിരവധി കവിതകൾ എഴുതി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഗുരുവായൂർ നാഷണൽ കേബിൾ നെറ്റ്വർക്ക് ഉടമ KT സഹദേവന്റെ കൊച്ചുമകനാണ് ഗൗതം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗൗതമിനെ അധ്യാപകർ അഭിനന്ദിച്ചു. തുടർന്ന് നടന്ന റാലിയിൽ വിദ്യാർത്ഥികൾ ആവേശാരവത്തോടെയാണ് പങ്കുചേർന്നത്. തങ്ങളുടെ ആരാധകരുടെ ജേഴ്സി അണിഞ്ഞും കൊടിതോരണങ്ങളേന്തിയും നൃത്തച്ചുവടുകളോടെയാണ് വിദ്യാർത്ഥികൾ ഫിഫ ലോകകപ്പിനെ വരവേറ്റത്. ഇന്ധനവില വർധനവ് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടും ചെറുവിരൽ അനക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് AITUC ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നാരംഭിച്ച് നഗരം ചുറ്റി നടന്ന പ്രകടനത്തിനു ശേഷം ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി AM സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ, AIYF മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചെല്ലിക്കൻ, AITUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി EK ജോസ് എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കുന്നംകുളം നഗരവും പരിസര പ്രദേശങ്ങളും ഫുട്ബോൾ ലഹരിയിലേക്ക് അമർന്നു. നഗരത്തിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം ലോകകപ്പ് അനുബന്ധ സാമഗ്രികളുടെ വിൽപ്പന തകൃതിയാണ്. കായിക പ്രേമികളെ ആകർഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി വിപണി സജീവമായതോടെ നഗരത്തിലെങ്ങും ഉത്സവ പ്രതീതിയാണ്. പ്രധാന തെരുവുകളിലും കടകളിലും പ്രിയപ്പെട്ട ടീമുകളുടെ വലിയ കൊടികളും തോരണങ്ങളും നിരന്നു കഴിഞ്ഞു. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ് എന്നീ പ്രമുഖ ടീമുകളുടെ കൊടികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്.
താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകൾക്കും സ്റ്റിക്കറുകൾക്കും പുറമെ വലിയ കട്ടൌട്ടുകൾ തയ്യാറാക്കാനുള്ള തിരക്കിലാണ് ആരാധകർ. വ്യാപാര സ്ഥാപനങ്ങളിൽ കായിക പ്രേമികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ടീഷർട്ടുകളുടെ വൻ ശേഖരമാണ് എത്തിച്ചിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക ജേഴ്സികൾക്ക് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കുട്ടികൾക്കായുള്ള ജേഴ്സികളും വിപണിയിൽ സജീവമാണ്. തുണിക്കടകൾക്കും ഫ്ലക്സ് കടകൾക്കും പുറമെ ഫാൻസി സ്റ്റോറുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീടുകളും ക്ലബ്ബുകളും വാഹനങ്ങളും അലങ്കരിക്കാനായുള്ള ചെറുതും വലുതുമായ നിരവധി അലങ്കാര വസ്തുക്കളാണ് കുന്നംകുളത്തെ വിപണിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഫുട്ബോളിന്റെ മാതൃകയിലുള്ള കീചെയിനുകൾ, കാറുകളിൽ തൂക്കാവുന്ന ചെറിയ പന്തുകൾ, റിസ്റ്റ് ബാൻഡുകൾ, തുപ്പികൾ എന്നിവയുടെ കച്ചവടവും പൊടിപൊടിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലോകകപ്പ് സാമഗ്രികൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും വൈകുന്നേരങ്ങളിൽ നഗരത്തിലെ കടകളിൽ ഫുട്ബോൾ ആരാധകരുടെ വലിയ കൂട്ടം തന്നെ എത്താറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഇത്തവണ വിപണി ഉണർന്നതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. വരും ദിവസങ്ങളിൽ കളി ആവേശം മുറുകുന്നതോടെ കുന്നംകുളത്തെ ഫുട്ബോൾ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫിൽ നിന്ന് TV എത്തിച്ച് ലോകകപ്പ് കണ്ട പഴയകാലം. അരനൂറ്റാണ്ടിന്റെ ഫുട്ബോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി സ്വദേശി CV സൈമൺ. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും അലയടിക്കുമ്പോൾ അരനൂറ്റാണ്ടിലേറെ നീളുന്ന തന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ചീരൻ വർഗീസ് മകൻ സൈമൺ. 69 വയസ്സുള്ള സൈമണിന് ലോകകപ്പ് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. 1970കളുടെ അവസാനത്തിൽ ലോകകപ്പ് മത്സരങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് ഓർക്കുന്നു. 1970 ആ 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ സാധ്യത 3 ടീമിലുള്ളതിൽ കുറച്ച് മുൻതൂക്കം ബ്രസീലിനുണ്ട്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള 2 ടീമുകളെ കാണാനുള്ളൂ. ഒന്ന് ബ്രസീലും ഒന്ന് അർജന്റീനയും. ബ്രസീലും അർജന്റീന ഇപ്രാവശ്യം ഫൈനലിൽ വരികയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു മാച്ചാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിതാവ് വർഗീസിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരത്ത് പഠിച്ചിരുന്ന കാലത്താണ് ഫുട്ബോളിനോടുള്ള ഇഷ്ടം തോന്നിയത്. CMH ഗവൺമെന്റ് സ്കൂളിലെ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സൈമണിന് അന്നു മുതൽ കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഇടം പിടിച്ചു. ഫുട്ബോളിനോടുള്ള ആവേശം മനസ്സിലാക്കിയ ഗൾഫിലായിരുന്ന ജ്യേഷ്ഠൻ കൊച്ചു മാത്യു 1979 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ അയച്ചു നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ TV ട്രെയിൻ മാർഗം രാജമണ്ഡ്രിയിലെത്തിച്ചാണ് 1982 ലോകകപ്പ് കണ്ടത്. ഇന്ത്യയിൽ ലോകകപ്പ് മത്സരങ്ങളുടെ സംപ്രേഷണം പരിമിതമായിരുന്ന ആ കാലത്ത് ശ്രീലങ്കയുടെ രൂപവാഹിനി ചാനൽ വഴിയാണ് ലോകകപ്പ് മത്സരങ്ങൾ കണ്ടത്. 1983 ചാലിശ്ശേരിയിലെത്തിയ ശേഷവും ഫുട്ബോൾ പ്രണയത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. തികഞ്ഞ ബ്രസീൽ ആരാധകനായ സൈമണിന് ലോകകപ്പ് ചരിത്രത്തിലെ ടീമുകളെയും താരങ്ങളെയും കുറിച്ചുള്ള അറിവ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബ്രസീലിന് മുൻതൂക്കമുണ്ട്. പക്ഷേ 3 ടീം ബ്രസീലും അർജന്റീന, ഫ്രാൻസ് ഏറ്റവും കപ്പ് നേടാനുള്ള സാധ്യതയുള്ള 3 ടീമുകളാണ്. ഏകദേശം അതേ സ്റ്റാൻഡേർഡുള്ള ടീമുകൾ ഇപ്പോൾ പോർച്ചുഗലുണ്ട്, സ്പെയിനുണ്ട്. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരൻ കൊച്ചുമാത്യുവും അനുജൻ ജോൺസണും ബ്രസീൽ ആരാധകരാണ്. ടെലിവിഷൻ സ്ക്രീനിൽ തുടങ്ങി സ്റ്റേഡിയം ഗാലറികളിലേക്ക് നീണ്ട ആ യാത്ര ഇന്നും തുടരുകയാണ്. 2026 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ ബ്രസീലിനോടുള്ള തന്റെ അചഞ്ചലമായ ആരാധനയും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹവും സൈമൺ പങ്കുവച്ചു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ കായിക രംഗത്തിന്റെ വളർച്ചയിൽ സജീവ പങ്കുവഹിച്ച സൈമൺ GCC ക്ലബിന്റെ ആദ്യ ജോയിന്റ് സെക്രട്ടറിയും ഗ്രാമീണ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. അന്നുള്ള ഈ 2022 വരെ എല്ലാ ലോകകപ്പും കുറിച്ച് കാണാറുണ്ട്. അതിൽ ഒരു 95% ഈ മെക്സിക്കോയിലും പിന്നെ അമേരിക്കയിലും നടക്കുന്ന പുലർച്ചയായിട്ടുള്ള സമയത്ത് ചില കളികൾ മാത്രം, ഈ ക്വാളിഫയിങ് മാച്ച് മാത്രമേ കാണാതെ. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും തമ്മിൽ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. രാമപുരം ടർഫിൽ സൗഹൃദ മത്സരത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സോണി സക്കറിയ, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, അനിൽ P മാത്യു, ജോയ് ചീരൻ, VK ഹക്കീം, ടിങ്കു കാഞ്ഞിരത്തിങ്കൽ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പഞ്ചായത്ത് ടീമിനു വേണ്ടി ആദ്യ ഹാട്രിക് അടിച്ചു. തുടർന്ന് സന്തോഷ് കൊളത്തേരി, PM അലി, PP അഖിൽ തുടങ്ങിയവർ പഞ്ചായത്ത് ടീമിനു വേണ്ടി ഹാട്രിക് നേടി. സ്ഥിരം സമിതി അധ്യക്ഷൻ KM റസാഖ് 2 ഗോളും പഞ്ചായത്ത് മെമ്പർ KH സിദ്ദീഖ് 1 ഗോളും നേടി. മത്സരത്തിൽ 8-നെതിരെ 16 ഗോളുകൾക്ക് ഗ്രാമപഞ്ചായത്ത് ടീം വിജയികളായി. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ വിജയിച്ച മെമ്പർ മോനിഷ രാജേഷിന് ചടങ്ങിൽ സമ്മാനം നൽകി. മത്സരം കാണാൻ നിരവധി പേരാണ് രാമപുരം ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. ഗുരുവായൂർ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് E വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർപേഴ്സൺ KK രാജശ്രീ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ, പ്രധാനാധ്യാപിക ER സിന്ധു, സ്മിത ബിനോയ്, രമേഷ് കുമാർ പുതൂർ, PI ആൻഡോ, K രമേഷ്, ശോഭനകുമാരി, രാഗി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ സമാപിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നടന്ന സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റേജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡോക്ടർ നോയൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാർത്ഥികൾ ഒരാഴ്ച നീണ്ടുനിന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, പോസ്റ്റർ മേക്കിംഗ്, ഉപന്യാസ ചിത്രരചനാ മത്സരങ്ങൾ, പരിസ്ഥിതി ക്വിസ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. അധ്യാപകർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് ഇടക്കാല സ്പെഷ്യൽ കൺവെൻഷൻ ജൂലൈ 11 ആര്യമ്പാടം പകൽ വീട്ടിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട യോഗം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MK മുഹമ്മദ് കുട്ടി ഹാജി സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി VK പത്മനാഭൻ റിപ്പോർട്ടും ട്രഷറർ CS സുഹറാബി കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജു മാരാത്ത് ആമുഖപ്രസംഗം നടത്തി. VS ഗോവിന്ദസ്വാമി, KA ജാനമ്മ, CL പിയൂസ്, KG മോഹനൻ, K ശ്യാമളകുമാരി, VA ക്രിസ്റ്റീന എന്നിവർ സംസാരിച്ചു. ചരമം. ചിറ്റാട്ടുകര നീലങ്കാവിൽ പരേതനായ ദേവസിക്കുട്ടി മാസ്റ്ററുടെയും സാറാമ ടീച്ചറുടെയും മകൾ മിനി ഡേവിഡ് നിര്യാതയായി. 59 വയസ്സായിരുന്നു. പാവറട്ടി CKC GHS സ്കൂളിലെ അധ്യാപികയായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മെറിൻ, മനോജ്, പരേതയായ റീന എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.